Hello everyone, welcome to Nanan Academy. LGS എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന 60 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തകഴി എഴുതിയ നോവൽ. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തകഴി എഴുതിയ നോവൽ. ഉത്തരം തലയോട്. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തകഴി എഴുതിയ നോവലാണ് തലയോട്. രണ്ടാമത്തെ ചോദ്യം, വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്ന രാസവസ്തു. വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്ന രാസവസ്തു. ഉത്തരം ആസ്പിരിൻ. വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നത് ആസ്പിരിൻ. മൂന്നാമത്തെ ചോദ്യം, സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ. ഉത്തരം വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം, ഏത് വിദേശ ശക്തിയുടെ സംഭാവനയാണ് ഹോർത്തുസ് മലബാറിക്കസ്? ഏത് വിദേശ ശക്തിയുടെ സംഭാവനയാണ് ഹോർത്തുസ് മലബാറിക്കസ്? ഉത്തരം ഡച്ചുകാർ. ഏത് വിദേശ ശക്തിയുടെ സംഭാവനയാണ് ഹോർത്തുസ് മലബാറിക്കസ്? ഉത്തരം ഡച്ചുകാർ. അഞ്ചാമത്തെ ചോദ്യം, ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളി. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളി. ഉത്തരം ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ആറാമത്തെ ചോദ്യം, മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 സ്തരപാളികൾ ഉള്ള ആവരണം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണം. ഉത്തരം മെനിഞ്ചസ്. ഏഴാമത്തെ ചോദ്യം, 1939 INC വിട്ട സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ പാർട്ടി ഏതായിരുന്നു? 1939 INC വിട്ട സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ പാർട്ടി ഏതായിരുന്നു? ഉത്തരം ഫോർവേഡ് ബ്ലോക്ക്. 1939 INC വിട്ട സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. എട്ടാമത്തെ ചോദ്യം, ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ഉത്തരം മണ്ടോവി. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മണ്ടോവി നദിയാണ് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ഒമ്പതാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. പത്താമത്തെ ചോദ്യം, ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി. ഉത്തരം മഹാനദി. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പതിനൊന്നാമത്തെ ചോദ്യം, ജീവകാരുണ്യ പഞ്ചകം രചിച്ചത്? ജീവകാരുണ്യ പഞ്ചകം രചിച്ചത് ശ്രീനാരായണ ഗുരു. ജീവകാരുണ്യ പഞ്ചകം രചിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു. പന്ത്രണ്ടാമത്തെ ചോദ്യം,
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ഉത്തരം ബ്രഹ്മപുത്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഉത്തരം ബ്രഹ്മപുത്ര. പതിമൂന്നാമത്തെ ചോദ്യം. ദേശീയ ചിഹ്നത്തിൻ്റെ ചുവട്ടിലായി രേഖപ്പെടുത്തിയിട്ടുള്ള സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത് ഏത് ഉപനിഷത്തിൽ നിന്നാണ്? ദേശീയ ചിഹ്നത്തിൻ്റെ ചുവട്ടിലായി രേഖപ്പെടുത്തിയിട്ടുള്ള സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത് ഏത് ഉപനിഷത്തിൽ നിന്നാണ്? ഉത്തരം മുണ്ടകോപനിഷത്ത്. ദേശീയ ചിഹ്നത്തിൻ്റെ ചുവട്ടിലായി രേഖപ്പെടുത്തിയിട്ടുള്ള സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത് ഏത് ഉപനിഷത്തിൽ നിന്നാണ്? ഉത്തരം മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ, ദേശീയ ചിഹ്നത്തിൻ്റെ ചുവട്ടിലായി രേഖപ്പെടുത്തിയിട്ടുള്ള സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത്. ഉത്തരം മുണ്ടകോപനിഷത്ത്. പതിനാലാമത്തെ ചോദ്യം. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം കാമ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം കാമ. പതിനഞ്ചാമത്തെ ചോദ്യം. ഇംഗ്ലീഷുകാരുടെ സെൻറ്റ് ജോർജ് കോട്ട എവിടെയായിരുന്നു? ഇംഗ്ലീഷുകാരുടെ സെൻറ്റ് ജോർജ് കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ചെന്നൈ. ഇംഗ്ലീഷുകാർ നിർമ്മിച്ച സെൻറ്റ് ജോർജ് കോട്ട എവിടെയായിരുന്നു? ചെന്നൈയിലായിരുന്നു. സെൻറ്റ് ജോർജ് കോട്ട ഉള്ളത് ചെന്നൈയിൽ. പതിനാറാമത്തെ ചോദ്യം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി? ഉത്തരം റിപ്പൺ പ്രഭു. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി? ഉത്തരം റിപ്പൺ പ്രഭു. പതിനേഴാമത്തെ ചോദ്യം. സതി നിരോധിച്ച ഗവർണർ ജനറൽ ആര്? സതി നിരോധിച്ച ഗവർണർ ജനറൽ? ഉത്തരം വില്യം ബെൻറ്റിക്. സതി സമ്പ്രദായം നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക്. പതിനെട്ടാമത്തെ ചോദ്യം. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു ആണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. പത്തൊൻപതാമത്തെ ചോദ്യം. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല? എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തിമല. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തിമല. 20ാമത്തെ ചോദ്യം. ഏതു വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ഏതു വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ഉത്തരം കുരുമുളക്. ഏതു വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ഉത്തരം കുരുമുളക്. 21ാമത്തെ ചോദ്യം. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത്? ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. 22ാമത്തെ ചോദ്യം. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം? ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം? ഉത്തരം മെർക്കുറി.
ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? മെർക്കുറിയാണ് ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം. 23-ാമത്തെ ചോദ്യം, വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ. വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ. ഉത്തരം അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ. 24-ാമത്തെ ചോദ്യം, മര്യാദ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മര്യാദ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യ. മര്യാദ പ്രസിദ്ധീകരണം ആരംഭിച്ചതാരാണ്? മദൻ മോഹൻ മാളവ്യ. 25-ാമത്തെ ചോദ്യം, മഹാളി രോഗം ബാധിക്കുന്ന വിള. മഹാളി രോഗം ബാധിക്കുന്നത് കവുങ്ങിനെയാണ്. മഹാളി രോഗം ബാധിക്കുന്ന വിള കവുങ്ങ്. 26-ാമത്തെ ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം രചിച്ചത്. ഇന്ത്യ വിൻസ് ഫ്രീഡം രചിച്ചതാര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. 27-ാമത്തെ ചോദ്യം, പാചകം ചെയ്യുന്നതിലൂടെ ഭക്ഷണത്തിൽ നിന്നും നഷ്ടമാകുന്ന വിറ്റാമിൻ. പാചകം ചെയ്യുന്നതിലൂടെ ഭക്ഷണത്തിൽ നിന്നും നഷ്ടമാകുന്ന വിറ്റാമിൻ. ഉത്തരം വിറ്റാമിൻ സി. കുക്ക് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ് കുക്ക് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. വിറ്റാമിൻ സി കുക്ക് ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു. 28-ാമത്തെ ചോദ്യം, ആൽഫ കണങ്ങളുടെ ചാർജ്. ആൽഫ കണങ്ങളുടെ ചാർജ് എന്താണ്? ഉത്തരം പോസിറ്റീവ് ചാർജ്. ആൽഫ രശ്മികളുടെ ചാർജ് പോസിറ്റീവ് ചാർജ്. 29-ാമത്തെ ചോദ്യം, സൂര്യപ്രകാശം ഭൂമിയിലെത്താനെടുക്കുന്ന സമയം. സൂര്യപ്രകാശം ഭൂമിയിലെത്താനെടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താനെടുക്കുന്ന സമയം എത്രയാണ്? 8 മിനിറ്റ് 20 സെക്കൻഡാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. 30-ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ ബോംബിലെ പ്രവർത്തന തത്വം. ഹൈഡ്രജൻ ബോംബിലെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിലെ പ്രവർത്തന തത്വം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ മുഖേനയാണ് ഹൈഡ്രജൻ ബോംബ് പ്രവർത്തിക്കുന്നത്. ഹൈഡ്രജൻ ബോംബിലെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. 31-ാമത്തെ ചോദ്യം, ഗാമരശ്മികളുടെ ചാർജ്. ഗാമരശ്മികളുടെ ചാർജ്. ഗാമരശ്മികൾക്ക് ചാർജ് ഇല്ല. ഗാമരശ്മികൾക്ക് ചാർജ് ഇല്ല. 32-ാമത്തെ ചോദ്യം, പോളിമർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പോളിമർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെർമൻ സ്റ്റോഡിഞ്ചർ. പോളിമർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെർമൻ സ്റ്റോഡിഞ്ചർ ആണ് പോളിമർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ് പോളിമർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഹെർമൻ സ്റ്റോഡിഞ്ചർ. 33-ാമത്തെ ചോദ്യം, അന്നജത്തെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന എൻസൈം. അന്നജത്തെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് അമിലേസ്. അന്നജത്തെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന എൻസൈം അമിലേസ്.
34ാമത്തെ ചോദ്യം, രക്തത്തിലെ ദ്രാവക ഭാഗം. രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ്? പ്ലാസ്മയാണ് രക്തത്തിലെ ദ്രാവക ഭാഗം. മുപ്പത്തഞ്ചാമത്തെ ചോദ്യം, മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ. മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ബെൻസൈൽ അസറ്റേറ്റ്. മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ഏതാണ്? ബെൻസൈൽ അസറ്റേറ്റ് ആണ് മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ. മുപ്പത്താറാമത്തെ ചോദ്യം, വെബ്സൈറ്റുകൾ സന്ദർശിക്കുമ്പോൾ കാണുന്ന കുക്കീസിൻ്റെ ധർമ്മം. വെബ്സൈറ്റുകൾ സന്ദർശിക്കുമ്പോൾ കാണിക്കുന്ന കുക്കീസിൻ്റെ ധർമ്മം എന്താണ്? സ്റ്റോഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് യൂസേഴ്സ് ആക്ടിവിറ്റി. വെബ്സൈറ്റുകൾ സന്ദർശിക്കുമ്പോൾ കാണുന്ന കുക്കീസിൻ്റെ ധർമ്മം എന്താണ്? സ്റ്റോഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് യൂസേഴ്സ് ആക്ടിവിറ്റി. യൂസറിൻ്റെ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് കുക്കീസിൻ്റെ ധർമ്മം. സ്റ്റോഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് യൂസേഴ്സ് ആക്ടിവിറ്റി. മുപ്പത്തിയേഴാമത്തെ ചോദ്യം, എന്താണ് കിയോസ്ക്? എന്താണ് കിയോസ്ക്? പൊതുജനങ്ങൾക്ക് നിർദ്ദിഷ്ടവും ഉപയോഗപ്രദവുമായ വിവരങ്ങൾ നൽകുന്ന ഒരു കമ്പ്യൂട്ടർ സ്റ്റേഷനാണ് കിയോസ്ക് എന്നറിയപ്പെടുന്നത്. പൊതുജനങ്ങൾക്ക് നിർദ്ദിഷ്ടവും ഉപയോഗപ്രദവുമായ വിവരങ്ങൾ നൽകുന്ന ഒരു കമ്പ്യൂട്ടർ സ്റ്റേഷൻ. മാൾസിലൊക്കെ കാണാൻ പറ്റുന്നതാണ് കിയോസ്ക്. എന്താണ് അതിൻ്റെ ധർമ്മം? പൊതുജനങ്ങൾക്ക് നിർദ്ദിഷ്ടവും ഉപയോഗപ്രദവുമായ വിവരങ്ങൾ നൽകുന്ന ഒരു കമ്പ്യൂട്ടർ സ്റ്റേഷൻ. അതാണ് കിയോസ്ക് എന്ന് വിളിക്കുന്നത്. മുപ്പത്തെട്ടാമത്തെ ചോദ്യം, വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡലിറ്റി. വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡലിറ്റി. മുപ്പത്തൊൻപതാമത്തെ ചോദ്യം, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന ഗവർണർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ. ഉത്തരം റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന ഗവർണർ റോബർട്ട് ക്ലൈവ്. നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം, കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊണാർക്ക് സൂര്യക്ഷേത്രം. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊണാർക്ക് സൂര്യക്ഷേത്രം. നാൽപ്പത്തിമൂന്നാമത്തെ ചോദ്യം, സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഗോവ. സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവ. നാൽപ്പത്തിനാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കിഴക്കേ അറ്റം. ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏതാണ്? ഉത്തരം കിബിത്തു. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ.
ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? ഉത്തരം ഡ്യൂറൻഡ് ലൈൻ. ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? ഡ്യൂറൻഡ് ലൈനാണ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ. 46-ാമത്തെ ചോദ്യം. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഉത്തരം ത്രികോണാകൃതി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയാണ് ഡെക്കാൻ പീഠഭൂമിക്കുള്ളത്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണാകൃതി. 47-ാമത്തെ ചോദ്യം. ചെർണോസം, റിഗർ മണ്ണ് എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണിനം. ചെർണോസം, റിഗർ മണ്ണ് എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം കരിമണ്ണ്. ചെർണോസം, റിഗർ മണ്ണ് എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണിനം കരിമണ്ണ്. 48-ാമത്തെ ചോദ്യം. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം. ഉത്തരം പീഠഭൂമി. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം ഏതാണ്? പീഠഭൂമിയാണ് ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്നത്. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം ഏതാണ്? ഉത്തരം പീഠഭൂമി. 49-ാമത്തെ ചോദ്യം. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെ ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരാണ്? ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ. 50-ാമത്തെ ചോദ്യം. ഒപ്റ്റിക്കൽ ഫൈബറുകളിലെ പ്രവർത്തന തത്വം. ഒപ്റ്റിക്കൽ ഫൈബറുകളിലെ പ്രവർത്തന തത്വം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനം. പ്രകാശത്തിൻ്റെ ഏത് തത്വമാണ് ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? പൂർണ്ണാന്തര പ്രതിഫലനം. പൂർണ്ണാന്തര പ്രതിഫലനമാണ് ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. 51-ാമത്തെ ചോദ്യം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 42-ാം ഭരണഘടനാ ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. 42-ാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. 52-ാമത്തെ ചോദ്യം. കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്നത്? കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്നത് സുഗതകുമാരി. കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായി പ്രവർത്തിച്ചത് സുഗതകുമാരി. 53-ാമത്തെ ചോദ്യം. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ. 54-ാമത്തെ ചോദ്യം. ഏത് അവയവത്തിൻ്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസഫലോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? ഏത് അവയവത്തിൻ്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസഫലോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? ഉത്തരം മസ്തിഷ്കം. ഏത് അവയവത്തിൻ്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസഫലോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? ഉത്തരം മസ്തിഷ്കം. 55-ാമത്തെ ചോദ്യം.
ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന സമരം. ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത്. 56-ാമത്തെ ചോദ്യം. കേരളത്തിലെ നിത്യഹരിതവനം സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിതവനം ഏതാണ്? സൈലന്റ് വാലി. 57-ാമത്തെ ചോദ്യം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം സെറിബെല്ലം. 58-ാമത്തെ ചോദ്യം. ഏത് ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഏത് ദേശീയോദ്യാനത്തിലാണ് ആനമുടി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനം. ഏത് ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനം. 59-ാമത്തെ ചോദ്യം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മ തമ്പുരാനാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. ആരാണ്? മാർത്താണ്ഡവർമ്മ. 60-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം. ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം മണിപ്പൂർ. ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം മണിപ്പൂർ. 60 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിവൈസ് ചെയ്യുക. താങ്ക് യു.